കണ്ണൂർ തലശ്ശേരിയിൽ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കും ഡോക്ടർമാർക്കുമെതിരെ പരാതിയുമായി യുവതിയുടെ ഭർത്താവും ബന്ധുക്കളും രംഗത്ത്. തലശ്ശേരി മിഷൻ ആശുപത്രിക്കും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വേണുഗോപാലിനുമെതിരെയാണ് പരാതി. മാർച്ച് 19-നാണ് നൌഷാദിന്റെ ഭാര്യ ഇവി സാഹിറയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യം സ്കാൻ ചെയ്തപ്പോൾ എല്ലാം നോർമലാണെന്ന് അറിയിച്ച ഡോക്ടർ ഇഞ്ചക്ഷൻ കുറിച്ചുകൊടുത്തെന്നും ഇഞ്ചക്ഷൻ ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ഹാർട്ട് ബീറ്റും അനക്കവും നിലയ്ക്കുകയായിരുന്നുവെന്നും നൌഷാദ് പറഞ്ഞു. അവള് വെച്ചാൽ പറഞ്ഞ വേറൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, എല്ലാം കുട്ടികളും കറക്റ്റാണ്, ഹെൽത്തി എല്ലാം ഓക്കെയാണെന്ന്. അതിനുശേഷം വേണുഗോപാൽ നേഴ്സിന് വിളിച്ചു പറഞ്ഞു, പിന്നെ ഈ മരുന്ന് കുത്തിവെക്കാൻ പറഞ്ഞു. 8 മണി വരെ സിസ്റ്റർ വന്ന് ഹാർട്ട് ബീറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്താൽ ഒരു പ്രശ്നമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഈ മരുന്ന് കുത്തിവെച്ച് അതിനുശേഷം 9 മണിയാകുമ്പോൾ മൊത്തം കുട്ടിയുടെ അനക്കവും ഹാർട്ട് ബീറ്റും എല്ലാം. കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൽ കൂടി ചുറ്റിയതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാണ് ഡോക്ടറും ആശുപത്രി അധികൃതരും ശ്രമിക്കുന്നതെന്നും, എന്നാൽ ഡോക്ടറുടെ അനാസ്ഥയും അശ്രദ്ധയും ചികിത്സാ പിഴവുമാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്നും നൌഷാദ് പറയുന്നു. സംഭവം ചോദ്യം ചെയ്തപ്പോൾ ഭീഷണിയുടെ സ്വരമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഡോക്ടർ വന്നപ്പോൾ കാണുന്ന സീൻ ഡോക്ടർ സയ്യിദ് ഫൈസൽ എന്ന വ്യക്തിന്റെ ഈ ഡോക്ടറെ മുമ്പിൽ 2 കൊട്ടച്ചെടി നിന്ന് എന്നെ അടിക്കാൻ 2 കൊട്ടച്ചെടിയും അവിടെ വെയിറ്റ് ചെയ്ത്, 2 ആൾ താരും 4 ആൾ ഹോസ്പിറ്റലിൽ അവിടെ വെയിറ്റ് ചെയ്ത് എന്നെ അടിക്കാൻ വേണ്ടി. 3 മണിക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് 6 മണിക്ക് വേദന വന്ന് 11:30 പ്രസവിപ്പിച്ചെടുത്ത് കുട്ടിനെ 20-ാം തീയതി പ്രസവിപ്പിച്ചെടുത്ത് കുട്ടിനെ കാണിച്ചു കൊടുത്ത് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കാണിച്ചാൽ കുട്ടിന്റെ കഴുത്തിൽ 3 റൗണ്ട് ഈ പൊക്കിൽ കൂടി ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, മരിച്ചത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം, കുട്ടിനെ പെട്ടെന്ന് മറവ് ചെയ്യും. നൌഷാദും ഭാര്യയും ആശുപത്രിയിലെ മുറി ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. തന്റെ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ആശുപത്രിയിൽ തുടരാനാണ് നൌഷാദിന്റെ തീരുമാനം. ജില്ലാ കളക്ടർ, കണ്ണൂർ SP ഉൾപ്പെടെയുള്ളവർക്കാണ് പരാതി നൽകിയത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.